ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. നഗരവികസനത്തിന്റെ പേരിൽ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള റോഡുകൾ പൂർണ്ണമായും തകർന്നു. നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും മാത്യു കുഴൽനാടൻ MLA നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി R. രാകേഷ്. നഗരവികസനത്തിന്റെ പേരിൽ മൂവാറ്റുപുഴയിലെ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ. രോഗികളെ കയറ്റി വരുന്ന ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത തരത്തിലാണ് നിലവിൽ റോഡിന്റെ അവസ്ഥയെന്നും പ്രവർത്തനങ്ങൾ യഥാസമയം വിലയിരുത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ മഴക്കാലത്തിന് മുൻപേ നഗരവികസനം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നുവെന്നും LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി R. രാകേഷ്. എന്നാൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും R. രാകേഷ് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരവികസനത്തിൻ്റെ പേരിൽ മൂവാറ്റുപുഴയിലെ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല. മഴയ്ക്ക് മുമ്പേ തീരേണ്ട ഒരു പ്രവൃത്തി ഇത്രയേറെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ കാരണം അത് മൂവാറ്റുപുഴയുടെ MLA മാത്യു കുഴൽനാടനാണ് എന്നുകൂടി പറയുകയാണ്. കാരണം ഇത് യഥാസമയം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വന്ന ഏറ്റവും വലിയ പാളിച്ചയാണ് ഈ നഗരവികസനം ഇതുപോലെ മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളടക്കം അതിൽക്കൂടെ പോകുമ്പോൾ ആ വാഹനങ്ങൾക്കൊന്നും കൃത്യമായി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകേണ്ട അവസ്ഥ വരികയാണ്. അതുമൂലം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിൽ വീണ് അപകടമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അങ്ങനെ നിരന്തരം ഒരു അപകട സാധ്യതകൾ ഏറിയ ഒരു നഗരമായി മൂവാറ്റുപുഴ നഗരം മാറുന്നു. വാഹന യാത്രികർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ റോഡുകൾ ശോചനീയമായി കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ നഗരവികസനം ഇല്ലാത്ത പ്രദേശങ്ങളിലും റോഡുകൾ അഗാധഗർത്തങ്ങൾ രൂപപ്പെടുകയും ഒട്ടനവധി ഇരുചക്ര വാഹനക്കാർ അടക്കം അപകടത്തിൽപ്പെടുകയും ചെയ്ത് നിത്യസംഭവമായി മാറിയെന്നും R. രാകേഷ് പറഞ്ഞു. ഇവിടുത്തെ വ്യാപാരി സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അവരുടെ കച്ചവടമില്ലായ്മയാണ്. കാരണം ഈ നഗരവികസനം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു കടകളിലും ആൾ കയറാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ കച്ചവടം മൂവാറ്റുപുഴയിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി കാണുന്ന നിലയാണ് ഇന്നുള്ളത്. ഇതിന് അടിയന്തരമായി മാറ്റം വരുത്തിക്കൊണ്ട് നഗരവികസനം അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള ഇടപെടലും അതിനു മുമ്പ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ MLAയുടെ പ്രവർത്തനം. അപ്പോൾ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു ഇടം കൊടുക്കാൻ ആ റോഡുകളൊന്ന് കുഴിയടയ്ക്കാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അടിയന്തരമായി മൂവാറ്റുപുഴയിലെ മരണക്കുഴികൾ അടച്ച ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെടുന്നുവെന്നും R. രാകേഷ് മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.